അടിച്ചമർത്താൻ ട്രൈ ചെയ്യുന്ന കുറേ ഒരു ക്യാമ്പയിൻ നടക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് പേര് അതിനെതിരെ ശബ്ദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പണികൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. സിലു ടോക്സ് എല്ലാം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയായ നമ്മുടെ സിലു ഈ അടുത്ത ദിവസമാണ് അവരുടെ വിവാഹമോചന വാർത്ത കണ്ടന്റായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ശേഷം വളരെ മോശകരമായ സൈബർ ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ആ പാവപ്പെട്ട സ്ത്രീ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ വീഡിയോ ചില ആൾക്കാർ വളരെ മോശകരമായ രീതിയിൽ അതിനെ വളച്ചൊടുക്കുകയും അവർക്കെതിരെ വ്യാപകമായ രീതിയിലുള്ള അക്രമങ്ങൾ തുറന്നു വിടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ആധികാരികമായ ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വന്തം ജീവിത കഥ കണ്ടന്റാക്കി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു പാഠം തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചില പേഴ്സണൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളത് മറച്ചു വെക്കുക തന്നെ വേണം. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിലായാലും മറ്റ് ചാനലിന് മുമ്പിലായാലും നിങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാരുടെ അഭിപ്രായം പറയാതിരിക്കുകയില്ല. അവർക്ക് യാതൊരു സങ്കടവും അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് തെറ്റായ ഒരു കാര്യവുമാണ്. അതിന് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം ഒരിക്കലും കണ്ടന്റ് ആക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഒരു വഴി. പിന്നെ നിങ്ങൾ ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നുണ്ട്, പിന്നെ സ്ത്രീകൾ വരെ നിങ്ങൾക്കെതിരെ മോശകരമായ രീതിയിൽ പറയുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ദ്വയാർത്ഥ പ്രയോഗം നിങ്ങൾ നടത്തുകയുണ്ടായി. അതും ശരിയല്ല. കാരണം സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർക്ക് രണ്ടഭിപ്രായം ഉണ്ടാവും. നല്ലതിനെ മാത്രം നിങ്ങൾ ഉൾക്കൊള്ളുക, ചീത്ത അഭിപ്രായത്തെ നിങ്ങൾ തള്ളിക്കളയുക. അത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ് വളരെ തെറ്റായ ഒരു കാര്യമാണ്. സ്ത്രീകൾ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായ ഒരു സാധനമൊന്നുമല്ല. സ്ത്രീ ആയാലും പുരുഷനായാലും വിവാഹ ജീവിതത്തിൽ തീർച്ചയായിട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു മുഖ്യ ഘടകം തന്നെയാണ്. അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ ജീവിതം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആർക്കും സാധിക്കുകയില്ല. പക്ഷേ അത് 100% ഒരു സ്ത്രീയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഒരു സംസാരം എന്ന് പറയുന്നത് 2026 ഈ നൂറ്റാണ്ടിലൊന്നും ഇന്നത്തെ കുട്ടികളൊന്നും വിവരമില്ലാതെ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്ന കൂട്ടത്തിലേ അല്ല നിങ്ങളടക്കമുള്ള സ്ത്രീകൾ. തീർച്ചയായിട്ടും നിങ്ങളടക്കം അതിന് പ്രതികരിച്ച് പുറത്ത് വന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേരെടുത്ത് പറയുന്നത്. പക്ഷേ നിങ്ങൾ പറഞ്ഞ ചില അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾക്ക് കാരണമാകുന്നുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ശ്രീധരനെ കുറിച്ച് പറഞ്ഞത്. ആദ്യമായിട്ട് നമുക്ക് അതൊന്ന് കേൾക്കാം. നിങ്ങളുടെ ഗോൾഡ് ഈ പറയുന്ന പോലെ ഇവർക്ക് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ പെങ്ങന്മാരെ കെട്ടിക്കാനോ അല്ല നിങ്ങളുടെ വാപ്പമാരെ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് തരുന്നത്. അവരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, അത് അവരുടെ കടമയാണ്. കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇവന്മാരുടെ ഭരണമാണ് അങ്ങോട്ട് ഭരണം. നിങ്ങളുടെ പേരിൽ നിങ്ങളുടേതായിട്ട് സ്വന്തമായിട്ട് നല്ലൊരു വരുമാനമാക്കാവുന്ന രീതിയിലേക്ക് നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് അധ്വാനിച്ച് തന്നത്. അല്ലാതെ എവിടെയോ ആരോ പ്രസവിച്ച ആരെയോ മകൻക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തരുന്നത്. മരുമോനെ കണ്ടിട്ടല്ല തരുന്നത്. മരുമോനക്കും നിങ്ങളുടെ വാപ്പാക്കും എന്താ ബന്ധം? സ്വന്തം മോളെ കല്യാണം കഴിച്ചു കൊടുത്തോണ്ട് ബന്ധമുള്ളൂ. അവൻ എന്റെ മോളെ നാളെ നല്ല രീതിയിൽ വെച്ച് നോക്കും, അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും, അവളിൽ ജനിക്കാൻ പോകുന്ന മക്കളെ അത്രത്തോളം സംരക്ഷിക്കും എന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് ഈ മക്കളെ കൊടുക്കുന്നത് പോലും. അത് വിട്ടിട്ട് ഇവരുടെ പൈസ കൊണ്ടാണ് ഇവർ കുറെ കാലം തിന്നാൻ കൊടുക്കത്ര, എന്നിട്ട് അതിന് കണക്ക് പറയത്ര, എന്നിട്ട് അതിന് നിങ്ങൾ മോങ്ങിയിട്ടിരിക്കാനും പെണ്ണുങ്ങൾ, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ സിലു പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോട് 100% ഒരിക്കലും നമുക്ക് യോജിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് യോജിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. സ്ത്രീ എന്ന് പറയുന്ന ആൾ വരുന്ന സമയത്ത് അവരുടെ വാപ്പ കൊടുത്തയക്കുന്ന സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ പണ്ടവും ഒന്നും അവർക്ക് വീടുണ്ടാക്കാനും അവർക്ക് ബിസിനസ് ചെയ്യാനും ഒന്നുമല്ല എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ആ വാപ്പ ആ കുട്ടിക്ക് പൊന്നു കൊടുക്കുന്നത് അവർക്കിട്ട് നടക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ സ്വന്തം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അവർ കാണുന്ന മരുമകനെ സ്വന്തം മകനായിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവരൊരു പുതിയ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവരുടെ സ്വർണ്ണാഭരണങ്ങൾ എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അത് പണയം വെച്ചുകൊണ്ടോ അതിന് പൈസ എടുക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് അത് ഉപയോഗിക്കുന്നുണ്ട്, അത് അവർക്ക് രണ്ടു പേർക്കും ഗുണമാവുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഒരു തെറ്റും എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അത് എൻ്റെ സ്വന്തം ജീവിതത്തിലെ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു വരാം. ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഞങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി ഞങ്ങളൊരു സ്ഥലം വാങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് ആ കുട്ടിയുടെ പൊന്ന് വിറ്റ പൈസ എടുത്ത് എൻ്റെ കയ്യിൽ തന്നത് അവരുടെ വാപ്പയാണ്. തീർച്ചയായിട്ടും അവർ നമ്മളെ മകനായിട്ടാണ് കാണുന്നത്. അങ്ങനെ കാണുന്ന വീട്ടിലേക്കാണ് നിങ്ങളെ കുട്ടികൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം തീർച്ചയായിട്ടും അതിന് ഒരു അടിച്ചുറപ്പും അതുപോലെ തന്നെ ഒരു കെട്ടുറപ്പും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ഇത് തീർച്ചയായിട്ടും വിപരീതമായ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പൊന്നിന് വിറ്റിട്ട് പുട്ടടിക്കുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ ഓക്കെ. അല്ലാത്ത തരത്തോളം തീർച്ചയായിട്ടും ചില ഘട്ടങ്ങളിൽ, ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ പെങ്ങളുടെ കല്യാണം കഴിക്കാൻ വരെ ചിലപ്പോൾ ആങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പണ്ടമെടുത്ത് ഉപയോഗപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ അത് അവരുടെ ഗത്യന്തരം ഇല്ലായ്മ കൊണ്ടാവാം, അവരുടെ അവസ്ഥ കൊണ്ടാവാം. അത്തരത്തെ യാതൊരു കാരണവശാലും കണ്ണും പൂട്ടി നമുക്കതിനെ എതിർക്കാൻ വേണ്ടി സാധിക്കുകയില്ല. പിന്നെ വാപ്പയുമായിട്ട് ഒരു ബന്ധവും
കാര്യവുമില്ല എന്ന് നിങ്ങൾ പറയുന്നില്ലേ? തീർച്ചയായിട്ടും മറ്റൊരു വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് രക്തബന്ധം മാത്രമല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് രക്തബന്ധത്തിനേക്കാൾ ഉയർന്ന ബന്ധം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബന്ധമാണ്. കല്യാണം കഴിക്കുന്ന സമയത്ത് കുട്ടിയുടെ വാപ്പയും അതുപോലെ തന്നെ മരുമകനും തമ്മിൽ മകനും ഉപ്പയുമായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല എന്ന് അമുഖമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ 100% സിലുവിൻ്റെ അഭിപ്രായം നമുക്ക് യോജിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ സ്വന്തം ജീവിതത്തിലുണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ത്രീ അങ്ങനെ അഭിപ്രായം പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് തന്നെയാണ് സിലു പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് സിലു നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിനെതിരെ അഭിപ്രായമുള്ള ആൾക്കാർ അതുമായി പ്രതികരിക്കാൻ വേണ്ടി വരുമെന്ന് സിലു മനസ്സിലാക്കേണ്ടതായിരുന്നു. പിന്നെ മറ്റൊരു കഴുതക്കഥയുമായിട്ട് വന്നിട്ടുണ്ട് സിലു. പക്ഷേ അതും വളരെ മോശകരമായ ഒരു കണ്ടൻ്റായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ കണ്ടൻ്റാക്കി അത് പൊതുജനങ്ങൾക്ക് ഇട്ടുകൊടുത്തതിൻ്റെ ഒരു ഭവിഷ്യത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൽ നിന്നൊന്ന് കര കയറുന്നത് വരെയെങ്കിലും സിലുവിന് റെസ്റ്റ് എടുക്കാമായിരുന്നു. പക്ഷേ സിലു അതും ചെയ്തില്ല. വീണ്ടും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി നിങ്ങൾ വീണ്ടും ഒരു കണ്ടൻ്റാക്കി നിങ്ങൾ തന്നെ നിങ്ങളുടെ ചാനൽ ഉപയോഗിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ വ്യാകുലപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ പറയുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ള ജീവിതം ഞങ്ങൾ ജീവിച്ച് തീർത്തതാണ്, അതിൽ അഭിപ്രായം പറയാൻ ആർക്കും ഒരു അധികാരവുമില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ചാനൽ കാണുക നിങ്ങളുടെ വ്യൂവേഴ്സായ ഞങ്ങളടക്കമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഞങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അഭിപ്രായങ്ങൾ ഞങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തും. പക്ഷേ 100% എല്ലാവരും അത് നല്ലവണ്ണം പറയണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. കാരണം 90% ആൾക്കാർ നല്ലത് പറയുമ്പോൾ 10% ആൾക്കാർ എപ്പോഴും നെഗറ്റീവായിട്ടായിരിക്കും സംസാരിക്കുക. പക്ഷേ നിങ്ങളെന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ആ 90% ആൾക്കാർ പറയുന്നത് എടുത്തുകൊണ്ട് 10% ആൾക്കാർ പറയുന്നത് തള്ളിക്കളയുകയാണ് വേണ്ടത്. ഏതായാലും സിലുവിൻ്റെ ആ കഥ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഒരു കഥ പറഞ്ഞു തരട്ടെ. ഒരു കൃഷിക്കാരായിട്ടുള്ള ഭാര്യയും ഭർത്താവും അവർ ഈ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ധാന്യങ്ങളൊക്കെ അങ്ങാടിയിലേക്ക് ചന്തയിലേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാനും വേണ്ടിയിട്ട് ഒരു വാഹനം വേണം. അങ്ങനെ ഇരിക്കെ ഭാര്യ തീരുമാനിച്ചു, ഓക്കെ നമുക്കൊരു കഴുതനെ വാങ്ങാം. അപ്പോൾ ഈ കഴുതനെ നമുക്ക് യാത്ര ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു കഴുതനെ വാങ്ങാനായിട്ട് ടൗണിലേക്ക് പോയി. അങ്ങനെ കഴുതനെ വാങ്ങിയിട്ട് ഇവർ തിരിച്ചു വരുന്ന സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ വരാണ്. അപ്പോൾ ഒരു അപരിചിതനായിട്ടുള്ള ഒരു ആള് അല്ലെങ്കിൽ ഒരു പെണ്ണ് വഴിയിൽ നിന്നുകൊണ്ട് ഇവരെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപരിചിതൻ എന്ന് പറയുമ്പോൾ ഒന്നും അറിയില്ല അവർക്ക് എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഷോക്കായി, എന്തിനാണ് ഇവരിങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ലേഡി അവരോട് പോയി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഒരു കഴുതനെ ഇത്രയും കാശൊക്കെ കൊടുത്ത് വാങ്ങിയതിന് ശേഷം നിങ്ങൾ എന്താണ് അതിനെയും നടത്തി നിങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത്? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കയറിയിട്ട് യാത്ര ചെയ്യാലോ. അപ്പം ഇത്രയും ബുദ്ധിയില്ലാത്ത നിങ്ങളെ കണ്ടതുകൊണ്ട് ഞാൻ പരിഹസിച്ച് ചിരിച്ചതാണ് എന്നവർ പറഞ്ഞു. ഇവിടെ ഇവരുടെ തീരുമാനമായിരുന്നു ഫസ്റ്റ് കഴുതൻ്റെ മുകളിൽ കയറണ്ട, എല്ലാവർക്കും കൂടെ നടന്നു പോവാന്നുള്ളത്. പക്ഷേ അവർ ഇയാളുടെ ചിരി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, എന്തിനാണ് ഇവർ പറയുന്നത് ശരിയാണല്ലോ, എന്നാൽ പിന്നെ നമുക്ക് കഴുതയുടെ പുറത്ത് കയറി യാത്ര ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഫസ്റ്റ് ആ പുരുഷനാണ് അതിൻ്റെ മുകളിൽ കയറിയിരുന്നത്. അങ്ങനെ കുറച്ചും കൂടി ദൂരത്തിലേക്ക് പോകുന്ന സമയത്ത് വേറെ അപ്പുറത്ത് ഈ വട്ടം കൂടി ഒരു പണിയില്ലാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, ഇവരെല്ലാവരും കൂടെ ഇവരെ നോക്കി വീണ്ടും പരിഹസിച്ച് ചിരിച്ചു കൊണ്ടിരുന്നു, എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ അടുത്ത് പോയിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പരിഹസിച്ച് ചിരിക്കുന്നത്, എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇവൻ ഇത്രയും തണ്ടും തടിയും എല്ലാം ഉണ്ടായിട്ട് ആ കഴുതപ്പുറത്ത് കയറിയിരിക്കുന്നു, ആ ലേഡീനെ ഇവൻ നടത്തിയാണ് കൊണ്ടുപോകുന്നത്, സ്ത്രീകൾക്കല്ലേ പരിഗണന കൊടുക്കേണ്ടത്, സ്ത്രീനെയും കൂടെ കയറ്റായിരുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചിന്തിച്ചു, ശരിയാണല്ലോ എന്നും പറഞ്ഞിട്ട് ഭർത്താവ് അതിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് ഭാര്യ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ചും കൂടെ ദൂരെ എത്തിയ സമയത്ത് അപ്പുറത്തൊരു ചായക്കടയിൽ കുറേ സ്ത്രീകളും പുരുഷന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവരെ നോക്കി വീണ്ടും അവർ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ മുറുമുറുത്തുകൊണ്ടിരുന്നു. അടുത്തെത്തുമ്പോഴാണ് അവർ പറഞ്ഞത് എന്താണെന്ന് ഈ ഭാര്യയും ഭർത്താവും കേൾക്കുന്നത്. അവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ആ പെണ്ണിന് അഹങ്കാരമാണ്, ആ ഭർത്താവിനെ രാജാവിനെ പോലെ കൊണ്ട് നടക്കണം, അതിന് പകരം അയാളെ നിലത്ത് നടത്തിച്ചിട്ട് ഇവള് വലിയ അഹങ്കാരിയായിട്ട് ആ കഴുതപ്പുറത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കഴുതപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഈ സമൂഹത്തിന് അംഗീകരിക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഒരു പെണ്ണെന്ന് വെച്ചാൽ എപ്പോഴും ആ ഭർത്താവിൻ്റെ കീഴിൽ ഒരു അടിമനെ പോലെ ജീവിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവർക്കും ശരിയാണല്ലോ, നാട്ടുകാരെ കൊണ്ട് എന്തിനാ വെറുതെ പറയിപ്പിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഈ സ്ത്രീൻ്റെ കൂടെ തന്നെ ഈ ഭർത്താവും കയറി രണ്ടുപേരും കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ വീണ്ടും കുറച്ച് ദൂരം എത്തിയതിന് ശേഷം ഒരു കവലയിലെത്തി. അവിടെ കുറച്ച് ആൾക്കാർ ഇതുപോലെ
വെറുത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരിവരെ കണ്ടതും തന്നെ വീണ്ടും പറയാൻ തുടങ്ങി, ഇത്രയ്ക്കും നിഷ്കരണം ഒരു കാരുണ്യവും ഇല്ലാത്ത മനുഷ്യന്മാരാണോ ഇവർ? ഒരു കഴുതൻ്റെ പുറത്ത് ഇത്രയും ഭാരമുള്ള 2 പേര് കയറി ഇരിക്കുകയാണ്, ഒരിറ്റ് കാരുണ്യം പോലും ഇവർക്കില്ല, നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന രീതിയിൽ ഇവർ സംസാരിക്കാൻ തുടങ്ങി. ഇവർക്ക് സീരിയസ്ലി ആകെ ഷോക്കിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെല്ലാം തെറ്റാണല്ലോ, നാട്ടുകാർ പറയുന്നതും ശരിയാണല്ലോ എന്നൊരു ചിന്തയിലേക്ക് ഈ ഭാര്യയും ഭർത്താവും എത്തി. അവസാനം ഇയാൾ ആ കഴുതനെ തൻ്റെ തോളിലേറ്റി നടക്കാനായിട്ട് തുടങ്ങി. ഇനി ആരും ഒന്നും പറയൂലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴുതനെ തലയിലേറ്റി ഇവർ നടക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറെ ദൂരം എത്തിയപ്പോഴാണ് ഒരു പണ്ഡിതൻ ആ വഴിക്ക് വന്നത്. എന്നിട്ട് ആ പണ്ഡിതൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കഴുതൻ എന്തിനാ തലയിലേറ്റിട്ട് നടക്കുന്നത്? അതൊരു ജീവിയല്ലേ, അതിന് കാലില്ലേ, നിങ്ങൾ അതിന് താഴെയല്ലേ ഇറക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ വന്ന സമയത്തുള്ള മൊത്തം കഥയും ആ പണ്ഡിതനോട് ഇവർ പറഞ്ഞു കൊടുത്ത സമയത്ത് പണ്ഡിതൻ പറഞ്ഞു, പീപ്പിൾ ഓൾവേസ് ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് അറിയാത്ത കാര്യത്തിലാണെങ്കിലും അവരെന്താണോ ആ സമയത്ത് കാണുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പുറകെ വേറെ എന്തെങ്കിലും ഉണ്ടോ, ഇതൊന്നും. അപ്പോൾ ഈ കഥ നിങ്ങൾ കേട്ടു കാണും. ഇത് കേൾക്കുന്ന സമയത്തും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കഥ 100% അവരുടെ ജീവിതവുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു സാങ്കല്പിക കഥാപാത്രത്തെ മനസ്സിൽ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സിലു ഈ കഥ പറഞ്ഞു വെക്കുന്നത്. അവർക്കുണ്ടായ വിഷമത്തിലും അവർക്കുണ്ടായ അനുഭവത്തിലും എല്ലാം തന്നെ തീർച്ചയായിട്ടും അത് പ്രതിഫലിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ഇതൊക്കെ ആത്യന്തികമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് കൊത്തിപ്പറിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം പരാമർശങ്ങളും ഇത്തരം വീഡിയോകളും നിങ്ങൾ ഇറക്കുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ നമുക്കതിനെ കുറ്റം പറയാൻ വേണ്ടി പറ്റുകയില്ല. പക്ഷേ ആനപ്പുറത്ത് പോവുകയും വേണം, ആരും കാണാനും പാടില്ല എന്ന രീതിയിലാണ് സിലു ടോക്സിൻ്റെ വർത്തമാനം. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ മറ്റുള്ളവർ പ്രതികരിക്കുന്നത്. നിങ്ങൾ പറയുന്ന അഭിപ്രായത്തോട് എല്ലാവരും 100% യോജിക്കണമെന്ന് നിങ്ങൾ ഒരിക്കലും മസിൽ പിടിക്കാൻ വേണ്ടി പാടില്ല. കാരണം ചില ആൾക്കാർക്ക് അതിൽ എതിരഭിപ്രായം ഉണ്ടാകും. അത് പറയുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ അത് തള്ളിക്കളയുക. അത്തരത്തിൽ ആരെങ്കിലും നിങ്ങളെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് അയച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് സിലു തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ കണ്ടൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അത് നിർത്തിയാൽ തീർച്ചയായിട്ടും പൊതുജനങ്ങളിൽ നിന്ന് വരുന്ന ഇത്തരം പ്രതികരണങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കും. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഒന്നിച്ച് കാണാനും അതുപോലെ തന്നെ പണ്ടത്തെക്കാൾ ഉഷാറായിട്ട് വീഡിയോ ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ വരും ഭാവി പ്രവർത്തനങ്ങളെല്ലാം ഉഷാറായ രീതിക്ക് പോകുവാനും സിലുവിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എങ്കിലും ഇത്തരം ഈ പ്രശ്നങ്ങളിൽ നിട്ട് നടക്കുന്ന സമയത്ത് ഒരു ചെറിയ ഇടവേള സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുക്കുന്നത് എന്തുകൊണ്ടും സിലുവിന് ബെറ്റർ ആയിരിക്കുമെന്നാണ് ഈ അടുത്തിടെയുള്ള വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോവുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.